വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. PSC പരീക്ഷകൾക്ക് തിരുവിതാംകൂർ, കൊച്ചി, അതുപോലെ തന്നെ മലബാർ രാജവംശങ്ങളെ കുറിച്ച് പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. കേരളത്തിൽ പണ്ട് കാലത്ത് ഭരിച്ചിരുന്ന പ്രധാനപ്പെട്ട 3 രാജവംശങ്ങളാണ്. ഒന്ന് തിരുവിതാംകൂറും, അടുത്തത് കൊച്ചിയും, നെക്സ്റ്റ് വൺ മലബാർ എന്ന് പറയുന്നത്. ഈ 3 പ്രദേശങ്ങളിൽ തന്നെ തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ച് കുറച്ചധികം ചോദ്യങ്ങൾ ചോദിച്ചു കാണാറുണ്ട്. അപ്പൊ തിരുവിതാംകൂർ രാജഭരണവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റാങ്ക് മേക്കിംഗ് പോയിന്റ്സ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ. കുറച്ച് ചോദ്യങ്ങളാണ്. വേണാട്ടിലെ ആദ്യ വനിതാ ഭരണാധികാരി ആരായിരുന്നു? ആരാണ്? ഉമയമ്മ റാണി. ഹിരണ്യ സിംഹനല്ലൂർ രാജകുമാരൻ. ഹിരണ്യ സിംഹനല്ലൂർ രാജകുമാരൻ അഥവാ ഇരണിയൽ രാജകുമാരൻ എന്ന പദവി ഉമയമ്മ റാണിയുടെ കാലത്ത് നൽകപ്പെട്ടത് ആർക്കാണ്? കോട്ടയം കേരളവർമ്മ. ഹിരണ്യ സിംഹനല്ലൂർ രാജകുമാരൻ അഥവാ ഇരണിയൽ രാജകുമാരൻ എന്ന പദവി നൽകിയത് അതായത് ഉമയമ്മ റാണിയുടെ കാലത്ത് നൽകിയത് ആർക്കാണ് എന്നാണ്. ആർക്കാണ്? കോട്ടയം കേരളവർമ്മയ്ക്കാണ്. മുഗൾ സർദാർ വേണാട് ആക്രമിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഉമയമ്മ റാണിയുടെ. വേണാട്ടിലെ പുലപ്പേടി, മണ്ണാപ്പേടി എന്നീ ദുരാചാരങ്ങൾ നിരോധിച്ചത് ആരാണ്? കോട്ടയം കേരളവർമ്മ. AD 1696 അല്ലെങ്കിൽ കൊല്ലവർഷം 871 തിരുവിതാംകോട് ശിലാശാസനം മൂലം നിരോധിക്കപ്പെട്ട ദുരാചാരങ്ങൾ ഏതെല്ലാമാണ്? പുലപ്പേടി, മണ്ണാപ്പേടി. അപ്പൊ പുലപ്പേടി, മണ്ണാപ്പേടി തുടങ്ങിയവ നിരോധിച്ച ശാസനം ഏതാണ്? തിരുവിതാംകോട് ശിലാശാസനമാണ്. വർഷം എന്നാണ്? AD 1696. കൊല്ലവർഷം 871. ഇത് നിരോധിച്ചതാരാണ്? പുലപ്പേടിയും മണ്ണാപ്പേടിയും നിരോധിച്ചത് കോട്ടയം കേരളവർമ്മയാണ്. കോട്ടയം കേരളവർമ്മയ്ക്ക് ഉമയമാറാമണ്ണിയുടെ കാലത്ത് നൽകിയിരിക്കുന്ന പദവി ഏതാണ്? ഹിരണ്യ സിംഹനല്ലൂർ രാജകുമാരൻ അഥവാ ഇരണിയൽ രാജകുമാരൻ പദവിയാണ് കിട്ടിയത്. ക്ലിയർ ആയല്ലോ? ജനങ്ങൾ അഞ്ചുതെങ്ങുകോട്ട ആക്രമിച്ച് 140 ഇംഗ്ലീഷുകാരെ വധിച്ച സംഭവം ഉണ്ടായത് എന്നാണ്. അതായത് തിരുവിതാംകൂറാണ് നമ്മൾ പഠിക്കണേ. അപ്പൊ അതുകൊണ്ട് തിരുവിതാംകൂറിലെ ജനങ്ങൾ എന്ന് എടുത്ത് പറഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ. തിരുവിതാംകൂറിലെ ജനങ്ങൾ അഞ്ചുതെങ്ങുകോട്ട ആക്രമിക്കുകയും 140 ആരെ ബ്രിട്ടീഷുകാരെ വധിക്കാനും കാരണമുണ്ടായ സംഭവമാണ്, അല്ലെങ്കിൽ ആ സംഭവം നടന്ന വർഷമാണ് 1721 ഏപ്രിൽ 15 അത് നടന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും വേണാട് രാജാവുമായി ആദ്യമായി ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നാണ്? 1723. ബ്രിട്ടീഷുകാരുമായുള്ള ഉടമ്പടിയിൽ വേണാടിനു വേണ്ടി ഒപ്പുവെച്ച യുവ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരെയാണ്? മാർത്താണ്ഡവർമ്മയെ. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണാധികാരി ആയിരുന്ന കാലയളവ് ഏതാണ്? 1729 മുതൽ 1758 വരെയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഭരണ ആരംഭത്തിൽ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ഊരാളന്മാർ ആരായിരുന്നു? യോഗത്തിൽ പോറ്റിമാർ. യോഗത്തിൽ പോറ്റിമാരെയും എട്ടുവീട്ടിൽ പിള്ളമാരെയും അമർച്ച ചെയ്ത ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മ. ആറ്റിങ്ങലിലെ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആരാണ്? അതായത് ആറ്റിങ്ങലിൽ നടന്ന എന്താ പറയുന്ന യുദ്ധം അല്ലെങ്കിൽ ബലപ്രയോഗം എന്ന് ഉദ്ദേശിക്കുന്നതാണ്. ആറ്റിങ്ങലിനെ ബലപ്രയോഗത്തിലൂടെ തിരുവിതാംകൂറിനോട് ചേർത്ത ഭരണാധികാരി ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ തോൽപ്പിച്ച കുളച്ചൽ യുദ്ധം നടന്ന വർഷം എന്നാണ്? 1741 ഓഗസ്റ്റ് 10. കുളച്ചൽ യുദ്ധത്തിൽ തടവിൽ പിടിക്കപ്പെട്ട ഡച്ചു നാവികന്റെ പേര് എന്താണ്? ഡിലനോയ്. അടുത്തത്, തിരുവിതാംകൂർ സേനയുടെ വലിയ കപ്പിത്താനായി ഉയർത്തപ്പെട്ടത് ആരെയാണ്? ഡിലനോയ്.
കായംകുളം തിരുവിതാംകൂറുമായി മാന്നാർ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് എന്നാണ്? 1742 മാർത്താണ്ഡവർമ്മ കായംകുളം കീഴടക്കിയ വർഷം എന്നാണ്? 1746 തിരുവിതാംകൂറും ഏത് വിദേശ ശക്തികളുമായാണ് 1753 മാവേലിക്കര ഉടമ്പടി ഒപ്പുവെച്ചത്? ഡച്ചുകാര്. പൊന്മന അണ, പുത്തൻ അണ എന്നിവ പണിതീർത്ത തിരുവിതാംകൂർ രാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ തന്നെ. മാർത്താണ്ഡവർമ്മയുടെ പ്രധാനപ്പെട്ട മന്ത്രി ആരായിരുന്നു? രാമയ്യൻ ദളവ. വസ്തുക്കളെ ദേവസ്വം, ബ്രഹ്മസ്വം, ദാനം, പണ്ടാരവക എന്നങ്ങനെ വിഭജിക്കുന്ന സമ്പ്രദായം ഏർപ്പെടുത്തിയ മാർത്താണ്ഡവർമ്മയുടെ മന്ത്രി ആരാണ്? മല്ലൻ ശങ്കരനാണ്. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് വില്ലേജിന് തുല്യം ആയിരുന്ന ദേശ ഘടകം ഏതാണ്? പകുതി. ഇന്നത്തെ താലൂക്കുകൾക്ക് തത്തുല്യമായിരുന്ന ദേശഘടകം ഏതായിരുന്നു? പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മണ്ഡപത്തും വാതുക്കൽ. ഇന്നത്തെ വാർഷിക ബഡ്ജറ്റുകൾക്ക് തത്തുല്യമായി മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നടപ്പിലാക്കിയ സമ്പ്രദായത്തിന്റെ പേരാണ് പതിവു കണക്ക്. തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? മാർത്താണ്ഡവർമ്മ. എന്നാണ് മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്? 1750 ജാനുവരി 3. വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ് ഇതൊക്കെ. കൂടാതെ കൊല്ലവർഷം 925 മകരം 5. രണ്ട് പറഞ്ഞാലും ഉത്തരം ശരി തന്നെയാണ്. മാർത്താണ്ഡവർമ്മ മുതലുള്ള തിരുവിതാംകൂർ രാജാക്കന്മാർ ഏത് പദവി സ്വീകരിച്ചാണ് ഭരണം നടത്തിയിരുന്നത്? പത്മനാഭ ദാസൻ. ഏത് രാജാവിന്റെ കാലത്താണ് ഭദ്രദീപം, മുറജപം എന്നീ ആചാരങ്ങൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ ആരംഭിക്കുന്നത്? മാർത്താണ്ഡവർമ്മയുടെ. മാർത്താണ്ഡവർമ്മയുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്ന പ്രമുഖ കവികൾ ആരെല്ലാമായിരുന്നു? രാമപുരത്തു വാര്യരും കുഞ്ചൻ നമ്പ്യാരും. ധർമ്മരാജാവ് എന്ന പേരുകേട്ട തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. മാർത്താണ്ഡവർമ്മയെ തുടർന്ന് അധികാരത്തിൽ ഏറിയ തിരുവിതാംകൂർ മഹാരാജാവ് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മ. ധർമ്മരാജാവിന്റെ പ്രധാനമന്ത്രിമാർ ആരെല്ലാമായിരുന്നു? രാജ കേശവദാസൻ, വളരെ പ്രധാനിയാണ്. കൂടാതെ അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. ഹൈദർ അലി, ടിപ്പു സുൽത്താൻ എന്നിവരുടെ ആക്രമണ കാലത്ത് തിരുവിതാംകൂർ രാജാവ് ആരായിരുന്നു? ധർമ്മ രാജാവ്. മൈസൂർ പടയെ തടയാനായി മധ്യ കേരളത്തിൽ ധർമ്മരാജാവ് പണികഴിപ്പിച്ച കോട്ടയുടെ പേര് എന്താണ്? നെടുങ്കോട്ട. അപ്പൊ നെടുങ്കോട്ട പണിത തിരുവിതാംകൂർ മഹാരാജാവാണ് ആര്? ധർമ്മരാജാവ്. രാജ്യത്തെ തെക്കേമുഖം, വടക്കേമുഖം, പടിഞ്ഞാറേമുഖം എന്നീ 3 റവന്യൂ മേഖലകളായി വിഭജിച്ച തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. വർക്കല പട്ടണത്തിന്റെ ശില്പി ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡൻ പിള്ള. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? രാജ കേശവദാസൻ അഥവാ കേശവപിള്ള. തിരുവിതാംകൂറിൽ വലിയ ദിവാൻജി എന്ന് ആദരപൂർവം അറിയപ്പെട്ടിരുന്ന വ്യക്തി ആരാണ്? രാജ കേശവദാസ്. ആലപ്പുഴ തുറമുഖത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത് രാജ കേശവദാസ് ആണ്. തിരുവനന്തപുരത്തെ ചാലക്കമ്പോളത്തിന്റെ ശില്പി ആരാണ്? രാജ കേശവദാസ്. ദിവാൻ കേശവദാസന് രാജ കേശവദാസ് എന്ന ബിരുദം നൽകിയ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? മോണിംഗ്ടൺ പ്രഭുവാണ്. കിഴവൻ രാജാവ് എന്നറിയപ്പെടുന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ധർമ്മരാജാവ്. തിരുവിതാംകൂറിന്റെ രാജധാനി പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ഏത് രാജാവിന്റെ ഭരണകാലത്താണ്? ധർമ്മരാജാവിന്റെ. ആലങ്ങാടും പറവൂരും തിരുവിതാംകൂറിനോട് കൂട്ടിച്ചേർത്ത ഭരണാധികാരി ആരാണ്? ധർമ്മ രാജാവ്.
ആധുനിക തിരുവിതാംകൂറിൽ ഏറ്റവും കൂടുതൽ കാലം ഭരണം നടത്തിയ രാജാവ് ആരാണ്? ചോദിച്ച ചോദ്യങ്ങളാണ് പലപ്പോഴും. ധർമ്മരാജാവ്. ആധുനിക 1766 രണ്ടാം തൃപ്പടിദാനം നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് ധർമ്മരാജാവ്. ഭരതമുനിയുടെ നാട്യശാസ്ത്രത്തെ ആധാരമാക്കി സംസ്കൃതത്തിൽ ബാലരാമഭാരതം എന്ന കൃതി രചിച്ച വ്യക്തിയാണ് ധർമ്മരാജാവ്. ധർമ്മരാജാവിന് ശേഷം 16-ാം വയസ്സിൽ തിരുവിതാംകൂറിൽ ഭരണാധികാരിയായി അധികാരം ഏറ്റത് ആരാണ്? ബാലരാമവർമ്മ. ബാലരാമവർമ്മയുടെ ഭരണകാലം ഏതായിരുന്നു? 1798 മുതൽ 1810 വരെ. ജയന്തൻ ശങ്കരൻ നമ്പൂതിരി, ശങ്കരനാരായണൻ ചെട്ടി, മാത്തു തരകൻ എന്നിവർ ചേർന്നുള്ള ഉപജാപക സംഘം ഭരണത്തിൽ സ്വാധീനം ചെലുത്തിയത് ആരുടെ ഭരണകാലത്താണ്? ബാലരാമവർമ്മയുടെ. തിരുവിതാംകൂറിലെ ആദ്യത്തെ റെസിഡന്റ് എന്നറിയപ്പെട്ടിരുന്നത് ആരെയാണ്? കേണൽ മെക്കാളെ. വേലുത്തമ്പി തിരുവിതാംകൂർ ദളവയായി നിയമിക്കപ്പെട്ട വർഷം എന്നാണ്? 1800. വേലുത്തമ്പിയെ ദളവയായി നിയമിച്ച രാജാവ് ആരാണ്? ബാലരാമവർമ്മ. വേമ്പനാട്ട് കായലിലുള്ള പാതിരാമണൽ തുരുത്തിൽ കൃഷി ആരംഭിച്ച തിരുവിതാംകൂർ ദളവയാണ് വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണ്? 1809 ജാനുവരി 11 അഥവാ 984 മകരം 1-നാണ്. ഇതിന്റെ ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കൂ കേട്ടോ. വേലുത്തമ്പി ദളവയുടെ കലാപം അടിച്ചമർത്താൻ നിയുക്തനായ ബ്രിട്ടീഷ് സൈനിക ഉദ്യോഗസ്ഥൻ ആരാണ്? കേണൽ ലീഗറാണ്. വേലുത്തമ്പി ദളവ ജീവത്യാഗം ചെയ്തത് എവിടെ വെച്ചാണ്? അതായത് മണ്ണടി ക്ഷേത്രത്തിലെ പോറ്റിയുടെ വസതിയിൽ വെച്ചാണ്. തിരുവിതാംകൂറിലെ മുളക് മണിശീലക്കാര്യക്കാർ എന്നത് ഏത് പദവിയായിരുന്നു? വ്യാപാര മന്ത്രി. തിരുവിതാംകൂറിലെ മുളകു മടിശീലക്കാര്യക്കാർ എന്ന് പറയുന്നത് ഏത് പദവിയായിരുന്നു? വ്യാപാര മന്ത്രി. തിരുവനന്തപുരത്ത് നിന്നും നെയ്യാറ്റിൻകരയിലേക്കായി നെയ്ത്തുകാരെ കൊണ്ടുവന്ന് താമസിപ്പിച്ച് ബാലരാമപുരം എന്ന പുതിയ പട്ടണം സ്ഥാപിച്ചത് ആരാണ്? നെയ്ത്തുപട്ടണം എന്നാണ് അതറിയപ്പെടുന്നത് അല്ലെ. ആരാണത് ചെയ്തത്? ഉമ്മിണിത്തമ്പിയാണ്. പോലീസ് സംവിധാനത്തിൽ പ്രാക്രൂപമായി കരുതപ്പെടുന്ന കാവൽ ആവിഷ്കരിച്ച തിരുവിതാംകൂർ ദിവാനാണ് ഉമ്മിണിത്തമ്പി. തിരുവിതാംകൂർ പോലീസ് സംവിധാനത്തിന് വിളിക്കുന്ന പേരെന്താന്ന് ചോദിച്ചാൽ കാവൽ എന്നാണ് പറയാട്ടോ. ഇനി അടുത്തത് റാണി ഗൗരി ലക്ഷ്മിബായി തിരുവിതാംകൂർ ഭരണാധികാരിയായ കാലമാണ് 1810 മുതൽ 1815 വരെ. റാണി ഗൗരി ലക്ഷ്മിബായി ദിവാനായി നിയമിച്ചത് ആരെയാണ്? കേണൽ മൺട്രോ. തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് സമ്പ്രദായം ആരംഭിച്ച ദിവാൻ ആരാണ്? കേണൽ മൺട്രോ. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയ ഭരണാധികാരി റാണി ഗൗരി ലക്ഷ്മിബായി 1812. നീതിന്യായ കോടതികളുടെ മാർഗദർശനത്തിനായി ചട്ടവരിയോലകൾ എന്ന പേരിൽ 1811 ഒരു നിയമസംഹിത എഴുതി തയ്യാറാക്കിയത് ആരാണ്? കേണൽ മൺട്രോയാണ്. തിരുവിതാംകൂറിൽ കാര്യക്ഷമമായ ഓഡിറ്റ് അക്കൗണ്ട് സമ്പ്രദായം നടപ്പിലാക്കിയ ദിവാൻ ആരാണ്? കേണൽ മൺട്രോ. കാര്യക്കാർ എന്ന ഉദ്യോഗസ്ഥ പേര് ബ്രിട്ടീഷ് ഇന്ത്യയിലെ പോലെ തഹസീൽദാർ എന്നാക്കി മാറ്റിയ ദിവാനാണ് കേണൽ മൺട്രോ. തിരുവിതാംകൂറിൽ ക്ഷേത്രം വക വസ്തുക്കളും വരുമാനങ്ങളും സർക്കാർ നിയന്ത്രണത്തിലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? റാണി ഗൗരി ലക്ഷ്മിബായി. തിരുവിതാംകൂറിലെ ആദ്യത്തെ ഹൈന്ദവേതര ദിവാനായിരുന്നു കേണൽ മൺട്രോ. തിരുവിതാംകൂറിൽ രാജ്ഞിമാർ പ്രായപൂർത്തിയായാൽ ജനം കാണത്തക്ക വിധം സഞ്ചരിക്കുകയോ അന്യപുരുഷന്മാരെ കാണുകയോ ചെയ്യരുത് എന്ന ആചാരം നിർത്തലാക്കിയ ഭരണാധികാരി ആരാണ്? റാണി ഗൗരി ലക്ഷ്മിബായി ആണ്. കേവലം 13 വയസ്സ് പ്രായമുള്ളപ്പോൾ തിരുവിതാംകൂറിലെ റീജിയന്റ് മഹാറാണിയായി ചുമതലയേറ്റത് ഗൗരി പാർവതിബായി ആണ്.
പാർവതി പുത്തനാർ, തിരുവനന്തപുരത്തെ കഠിനകുളം കായലുമായി ബന്ധിപ്പിക്കുന്ന തോട് എന്നിവ നിർമ്മിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഗൗരി പാർവതിബായിയുടെ ഭരണകാലത്താണ്. ശൂദ്രജാതിയിൽ പെടുന്നവരും മറ്റുള്ളവരും സ്വർണം വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതിന്റെ നിയന്ത്രണം പിൻവലിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? റാണി ഗൗരി പാർവതിബായി. ജാതി, പദവി എന്നിവയുടെ വ്യത്യാസം ബാധകമാകാതെ എല്ലാവർക്കും വീടുകൾ ഓടുമേയാനുള്ള അവകാശം അനുവദിച്ച ഉത്തരവുണ്ടായത് ആരുടെ ഭരണകാലത്താണ്? ഗൗരി പാർവതിബായിയുടെ ഭരണകാലത്താണ്. സർക്കാരിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ വേതനം നൽകാതെ തൊഴിലാളികളെ ഏർപ്പെടുത്തിയിരുന്ന പതിവ് അവസാനിപ്പിച്ച ഭരണാധികാരിയാണ് ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിന്റെ സാംസ്കാരിക രംഗത്തെ സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ആരുടെ ഭരണകാലമാണ്? സ്വാതി തിരുനാളിന്റെ ഭരണകാലം എന്നായിരുന്നു. 1829 മുതൽ 1847 വരെയായിരുന്നു. സംഗീതജ്ഞരിൽ രാജാവും രാജാക്കന്മാരിൽ സംഗീതജ്ഞരും എന്ന് അറിയപ്പെട്ടിരുന്നത് ആരെയാണ്? സ്വാതി തിരുനാളിനെ. സ്വാതി തിരുനാളിന്റെ മാതാപിതാക്കൾ ആരെല്ലാമായിരുന്നു? റാണി ഗൗരി ലക്ഷ്മിബായി, ചങ്ങനാശ്ശേരി രാജവർമ്മ കോയിത്തമ്പുരാൻ. ഗർഭസ്ഥ ശിശുവായിരിക്കെ തന്നെ രാജ്യത്തിന്റെ അടുത്ത കിരീടാവകാശി ആയി തീർന്നതിനാൽ ഗർഭശ്രീമാൻ എന്ന പേരിൽ കൂടി അറിയപ്പെട്ടിരുന്നത് ആരാണ്? സ്വാതി തിരുനാൾ. പെറ്റി സിവിൽ കേസുകളും പോലീസ് കേസുകളും കേൾക്കാൻ മുൻസിഫ് കോടതികൾ സ്ഥാപിച്ച് തിരുവിതാംകൂറിലെ നീതിന്യായ ഭരണം പരിഷ്കരിച്ച വ്യക്തിയാണ് സ്വാതി തിരുനാൾ. ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? സ്വാതി തിരുനാളാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരികളെ കുറിച്ചിട്ടുള്ള ഇന്നത്തെ ക്ലാസ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സുകളിലായിട്ട് അപ്ലോഡ് ചെയ്യാം. കുറെ അധികം കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ കൂടുതലും നമ്മൾ പറയുന്നത് ഓരോ ദിവാൻമാരുടെ പേരുകള്, രാജാക്കന്മാരുടെ പേരുകള്, അവരുടെ വർഷങ്ങളൊക്കെയാണ്. കുറച്ച് അധികം ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബുദ്ധിമുട്ടാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് നമ്മള് ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ എന്റെ രീതി നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് അല്ലെങ്കിൽ എന്റെ ക്ലാസ് ഒന്ന് എന്താ പറയാ ലൈക്ക് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുന്നതോടൊപ്പം ഇഷ്ടപ്പെട്ട ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ആദ്യമായിട്ട് എന്റെ ചാനൽ കാണുന്ന കുട്ടികളാണ്, ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും. അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.